ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഈ മാസം 7-ാം തീയതിയാണ് ജില്ലാ കലക്ടർ ഇവരുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ ഫ്രീസ് ചെയ്യുന്നത് എന്നറിയാം. അത് ആ കാര്യം അക്കൗണ്ട് ജില്ലാ കലക്ടറാണ് ഫ്രീസ് ചെയ്തത് എന്ന് നമ്മുടെ സൗന്ദര്യ മത്സരം നേടിയ മാഡം വന്നിട്ട് കരഞ്ഞു പറഞ്ഞതാണ്. ഇന്നെനിക്ക് പ്രതാപൻ സാറെ കിട്ടി, പക്ഷേ എൻ്റെ അക്കൗണ്ടുകളെല്ലാം കലക്ടർ പൂട്ടി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി വൈകുന്നേരം ഇവർക്ക് ശനിയാഴ്ച കൂലിയാണ്, സാധാരണ ശനിയാഴ്ചയാണ്, കൂലിപ്പണിയാണ്. ആൾക്കാരെ പറ്റിച്ചതിൻ്റെ കൂലി ഇവർക്ക് കിട്ടുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച രാത്രി ഇവർക്ക് അക്കൗണ്ടിൽ വന്നു 115 രൂപ. അത് കഴിഞ്ഞ് 9-ാം തീയതി കഴിഞ്ഞ് അടുത്ത ആഴ്ച 16-ാം തീയതി വന്നു നമ്മുടെ അക്കൗണ്ടിലേക്ക് 115 രൂപ. പിന്നെയുള്ളത് 23-ാം തീയതിയാണ്. 23-ാം തീയതി വന്നു നമ്മുടെ അക്കൗണ്ടിലേക്ക് 115 രൂപ. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയും വന്നു നമ്മുടെ അക്കൗണ്ടിലേക്ക് 115 രൂപ. 115 രൂപ കിട്ടിയിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ 10,000 വിട്ടവന് 115 രൂപ കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ 22-ാം തീയതി മുതൽ തന്നെ നമ്മുടെ എല്ലാ ഫ്രീസിങ്ങും മാറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ സൗന്ദര്യ മത്സര പട്ടം കിട്ടിയ മാഡം പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിശ്വസിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കടം വാങ്ങി പടക്കവും പൊട്ടിച്ചു. ജയ് ഹൈറേജ് പടക്കം പൊട്ടുന്നപ്പോൾ ജയ് ഹൈറേജ് ജയ് ഹൈറേജ്, എന്താണല്ലേ, എമ്മാതിരി ഊളകളാണ് ഇവർ. എന്നിട്ട് പിന്നെയാണ് മനസ്സിലായത്, അടുത്ത ദിവസം വൈകുന്നേരം ഇതിൻ്റെ കടലാസ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്, ഇത് 10 ദിവസത്തേക്ക് ഒരു അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരവ് എന്ന്. അതോടെ തീർന്നു, ആവേശം അതോടെ തീർന്നതാണ്. അപ്പോൾ ഇവരുടെ വക്കീലും ഇവരുടെ ആ ഒരു അപേക്ഷ നോക്കിക്കഴിഞ്ഞാൽ, റിട്ട് പെറ്റീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഏതെങ്കിലും ഒരു അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് തരൂ സാർ എന്ന് പറഞ്ഞിട്ടാണുള്ള അപേക്ഷയായിരുന്നു, ഏതെങ്കിലും ഒരു അക്കൗണ്ട്. അപ്പോൾ അതിന് ഗവൺമെൻറ് പ്ലീഡറും പറഞ്ഞത്, ഒരു അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൂടി അതും ചെയ്യേണ്ടത് തൃശ്ശൂർ സെഷൻ കോർട്ടാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അക്കൗണ്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ചെയ്തു കൊടുക്കും. പക്ഷേങ്കിൽ ഇവിടെ അതുപോലും ഉണ്ടായിട്ടില്ല. 10 ദിവസത്തേക്ക് പിന്നെയും കരച്ചിലായിരുന്നു. നമുക്ക് ചിലവിന് പൈസയില്ലയോ, നമ്മളെല്ലാം പട്ടിണിയാണോ, ക്രിസ്മസിന് കേക്ക് മേടിക്കാൻ പൈസയില്ലോ, എനിക്ക് 2-3 മക്കളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇതായിരുന്നു. അല്ലെങ്കിൽ വക്കീലിന് കൊടുക്കാൻ പൈസയില്ലയോ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ഒരു 10 ദിവസത്തേക്ക് അതിനെടുത്തോ എന്ന് പറഞ്ഞു. ഒരു അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യണം എന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടാണ് കൊടുക്കുക. എൻ്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റണം എന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് ജീവപര്യന്തമാക്കി മാത്രമേ മാറ്റി കൊടുക്കൂ. അല്ലാതെ എന്നാൽ പിന്നെ വധശിക്ഷ വേണ്ട, ഇവനെ ഫ്രീ ആയി വിട്ടു കൊടുക്കൂ എന്ന് ഒരു കോടതിയും പറയില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മഴ നനയുമെങ്കിലും സ്കൂളിൻ്റെ വരാന്തയിൽ, സ്കൂളുള്ള ദിവസം വരാന്തയിൽ പോയവരായിരിക്കണം. 4-ാം ക്ലാസ്സും ഗുസ്തിയുള്ള, വെളുക്കിച്ചിരിച്ച് ആൾക്കാരെ പറ്റിക്കാൻ മാത്രം അറിയുന്ന ഒരു പറ്റം ആൾക്കാർ 800 രൂപ എവിടുന്നോ ഒപ്പിച്ച് ആ 800 രൂപയുടെ തട്ടിപ്പിൽ ജോയിൻ ചെയ്ത് ഒരുപാട് ആൾക്കാരെ, പിന്നെ ഒരു കോട്ടും വാങ്ങി ഒരുപാട് ആൾക്കാരെ പറ്റിച്ചപ്പോൾ ഇവനൊക്കെ വലിയ നേതാവായി മാറി. ഇംഗ്ലീഷിൻ്റെ 3 വാക്ക് കൂട്ടി വായിക്കാൻ അറിയാത്തവനൊക്കെ കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്നു. എന്നിട്ട് മറ്റുള്ളവരെ കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും പൈസ അടിച്ചു മാറ്റുന്നു. അപ്പോൾ ഇന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ
എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു ഇവർ പെരുങ്കള്ളന്മാരാണ് എന്നുള്ള കാര്യം ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ, സംശയം ഉന്നയിക്കുന്നവരെ മറ്റു പലതും പറഞ്ഞ് ആക്ഷേപിക്കുന്ന കാര്യമാണ് ഇവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഇത് ആർക്കും തന്നെ വരാം. ഇത് നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ്സാണെന്നും ഇതിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആരെയും ചേർക്കാതെ, മണി ചെയിൻ ചെയ്യാതെ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പോലും നിയമപരമായിട്ടുള്ള ലാഭം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് ചേർന്നവരെയാണ് ഇവർ ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കുടുംബം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച് പോയവർ കൂടി ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു വോയിസ് ആണ് ഇവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പനി പറയുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നതല്ല, കുറച്ചല്ല ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ലീഗലായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ ലീഗൽ പ്രൊസീജിയറും കോടതിയുടെ അവധികളും അറിഞ്ഞിട്ട് കൂടി എന്തിനാണ് നിങ്ങൾ 22-ാം തീയതി നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും അൺഫ്രീസായി, ഇനി നമുക്ക് പണം ലഭിക്കും എന്ന് എന്തിനായിരുന്നു നിങ്ങൾ പറ്റിച്ചിരുന്നത്, ആൾക്കാരെ പറഞ്ഞ് മോഹിപ്പിച്ചിരുന്നത്? ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കോടതിയിൽ നിന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തത്. ആ റിസൾട്ട് നമുക്ക് കിട്ടി, അതായത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. ഒരക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് കൊടുത്തു 10 ദിവസത്തേക്ക്. ഇനിയും ഈ വൈകിയ വേളയിലും മനുഷ്യനാവുക, മനുഷ്യ സ്ത്രീയാവുക, കളവ് പറയാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ കടമ്പ ഉണ്ടായത്. അത് നമുക്ക് സക്സസ് ആയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് അതിന്റെ പേപ്പേഴ്സ് വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്ന് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവേ വന്നിട്ടു നമുക്ക് നമ്മളെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് റിലീസ് ചെയ്ത് കൊടുക്കണം. അത് അപ്പാട് കോടതി ചെയ്യുന്നല്ല. ഇതൊക്കെ കുറച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ബോധ്യപ്പെടണം. അപ്പൊ അതിന്റെ പേപ്പർ വർക്കെല്ലാം കമ്പനി പറയുന്നില്ലേ. അപ്പൊ നമ്മുടെ കമ്പനി എന്തായാലും തിരിച്ച് നമുക്ക് നമ്മൾ കൊടുത്ത പൈസ ഒക്കെ കിട്ടും. ഇതിനെല്ലാവരും വെയിറ്റ് ചെയ്യുന്നതന്നെ. നിങ്ങളെപ്പോലെ അരിമണിക്കാനില്ല, കറിവൊക്കെ മറ്റുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം ഗൗരവം എന്തെന്ന്. പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾ കമ്പനിക്ക് ചെയ്യേണ്ടത് കമ്പനി ചെയ്യലും, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കോടതിയും മറ്റു കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ മനസ്സിലാക്കും. വെറുതെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോന്ന് ഇതൊക്കെ മനുഷ്യ സ്ത്രീ ആവണമെന്ന് സംശയമുണ്ട്. ആൾക്കാർ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അവർ സ്വരുക്കൂട്ടി വെച്ച, അല്ലെങ്കിൽ അവരെ കടം വാങ്ങിയിട്ട് നിങ്ങളുടെ ആൾക്കാർ വന്ന് പലതും പറഞ്ഞ് മോഹിപ്പിച്ചപ്പോൾ കടം വാങ്ങിയിട്ടും ആവശ്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പൈസ ഇട്ടിട്ട് ഇപ്പം പൈസ 1 മാസമായിട്ട് കിട്ടാതപ്പോൾ ആൾക്കാർ ചോദിക്കും. അപ്പോൾ അതിന് മര്യാദ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. തന്നോട് പറയണ്ട മേഡം, നിങ്ങൾക്ക് എനിക്ക് പൈസ ഇല്ലെങ്കിൽ തരും. അതിലൊരു മടിയിൽ നമ്മളെ ഹയറിച്ചത്തെ ഒരു മെമ്പർ അരി വാങ്ങാൻ ഹയറിച്ചത് പൈസ കിട്ടാത്തോണ്ട് അരി വാങ്ങാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തരും. അത് ഈ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ പറയില്ല. നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ അയക്ക്. നിങ്ങൾക്ക് അരി എത്ര, ഒരു നേരത്തെ അരിയാ വേണ്ടല്ല 3 നേരത്തെ, അതിന്റെ പൈസ കളിയാക്കുന്നുണ്ടോ? 1 നേരത്തെ അരിയാണോ വേണ്ടത് അല്ലെങ്കിൽ 3 നേരത്തെ അരിയാണോ വേണ്ടത്? നമ്മുടെ മാഡം, സുന്ദരിപ്പട്ടം കിട്ടിയ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണിയുടെ കാശ് ഞാൻ കൊടുക്കുന്നു. ആർക്കെങ്കിലും 1,80,00,000 ആൾക്കാർക്ക് ആർക്കെങ്കിലും ബിരിയാണിയുടെ കാശ് കിട്ടിയതായിട്ട് നീക്ക് തെളിയിക്കാൻ പറ്റുമോ? ഈ പരിപാടി ഇപ്പം മതിയാക്കും. പക്ഷെ വെറുതെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടതിന് വേണ്ടിയിട്ട് കമ്പനി അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വേണ്ടാത്ത ചർച്ചയും കാര്യം. ഇന്നൊരു അരി മേടിക്കാൻ ആർക്കും പൈസ ഒന്നും ഇല്ലാതിരിക്കില്ല. വെറുതെ എന്തിനാണ് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ വേണ്ടാത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അരി മേടിക്കാൻ പൈസ ഇല്ല, കറിക്കില്ലാന്ന്. നമുക്ക് ഒരു ഹയർ റിച്ചിലല്ലേ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു മാന്യത ഉണ്ടോ? മാന്യത പറ്റിച്ച് ജീവിക്കുന്നവർക്കാണ് മാന്യത. നിങ്ങൾക്ക് അരിയും മേടിക്കാൻ കഞ്ഞിയും കൊടുക്കുക. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. 2-ാം തീയതി ഇപ്പോൾ കമ്പനി പറഞ്ഞത് 2-ാം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. നീ എന്തിനിങ്ങനെ അങ്ങോട്ട്
ഇങ്ങോട്ട് വെറുതെ ഓരോന്നും പറഞ്ഞിട്ട് ഇതാക്കുന്നത്. കഞ്ഞി കുടിക്കാൻ പൈസ അന്നേരം നിങ്ങൾ പറയുന്നത്. അതെ, നിങ്ങൾ കമ്പനി എന്താ പറയുന്നത് അതുപോലെ അനുസരിച്ച് വായ് മൂടി കെട്ടിയിരുന്നോളണം എന്നാണ് അവസാനം പറഞ്ഞ ചേട്ടനും പറഞ്ഞത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അരി മേടിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു 10,000 രൂപ വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവരെത്രയോ പൈസ ഇട്ടോട്ടെ, നിങ്ങൾക്ക് ഈ സംസാരിച്ച 2 പേരും ഒരു 10,000 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നിട്ട് മറ്റുള്ളവരെ വിഷമങ്ങളെ പുച്ഛിക്കുക, പരിഹസിക്കുക. ബൈ.